ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഇവിടെ ഓതിയ ആയത്ത് അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക് ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വ യുമീത്ത് ഖാല അന ഉഹ്യീ വ ഉമീത്ത് ഖാല ഇബ്രാഹീം ഫഇന്നല്ലാഹ യഅ്തി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅ്തി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിത്തല്ലദീ കഫർ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വരുമ്പോ ഇവിടെ അന്ന് ഭരിച്ചിരുന്നത് നുമ്രൂദ്, അങ്ങനെയാണ് പറയേണ്ടത്. നുമ്രൂദ് രാജാവാണ് ഭരിച്ചിരുന്നത്. 400 കൊല്ലമാണ് ടോട്ടൽ അദ്ദേഹം ഭരിച്ചത്. ആ സമയത്ത് അതിശക്തമായ വരൾച്ചയുണ്ടായിരുന്നു. വരൾച്ചയുണ്ടായപ്പോ, ക്ഷാമമുണ്ടായപ്പോ എല്ലാവരും ധാന്യം വാങ്ങാൻ വേണ്ടി ഈ നുമ്രൂദ് രാജാവിന്റെ അടുത്ത് ചെല്ലും. ആ രാജാവിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ സുജൂദ് ചെയ്താൽ മാത്രമേ അദ്ദേഹം ധാന്യം കൊടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഈ ക്ഷാമവും വിഷമവും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലും എത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലെത്തിയപ്പോ ഇബ്രാഹിം നബിയും ധാന്യം വാങ്ങാൻ വേണ്ടി രാജാവിന്റെ അടുത്ത് പോയി. അങ്ങനെ രാജാവിന്റെ അടുത്ത് ചെന്ന് എല്ലാവരും സുജൂദ് ചെയ്യുമ്പോൾ ഇബ്രാഹിം നബി സുജൂദ് ചെയ്തില്ല. അപ്പൊ എന്താ നിങ്ങൾ സുജൂദ് ചെയ്യാത്ത എന്ന് ചോദിച്ച്, ഞാൻ എൻ്റെ റബ്ബിന് മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ എന്ന് ഇബ്രാഹിം നബിയും. ആരാണ് നിങ്ങളെ റബ്ബ് എന്നുള്ള ചോദ്യം വന്നു. അപ്പോഴാണ് അവിടെ ഒരു ചെറിയ തർക്കം ഇബ്രാഹിം നബിയുമായിട്ട് രാജാവിനുണ്ടായത്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബി. ഇബ്രാഹിം നബിയോട് റബ്ബിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ഒരാളെ നബിയെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്താണ് റബ്ബിന്റെ വിഷയത്തിലൊക്കെ ഇയാൾ തർക്കിക്കാൻ കാരണം? അൻ ആതാഹുല്ലാഹുൽ മുൽക്ക, അള്ളാഹു അയാൾക്ക് അധികാരം കൊടുത്തതാണ് പ്രശ്നം. ഒരു മനുഷ്യൻ നശിക്കല്, ഒരു മനുഷ്യൻ പിഴക്കല് അധികാരം കിട്ടുമ്പോഴാണ് എന്നതിലേക്കൊരു സൂചനയാണത്. നല്ല സാധുക്കളായിട്ട് നടന്നിരുന്ന, പാവങ്ങളായിട്ട് നടന്നിരുന്ന ആൾക്കാര് ഏതെങ്കിലും അധികാര സോപാനത്തിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ മെമ്പർ ആകുമ്പോ പിന്നെ മൂപ്പരുടെ രൂപവും ഭാവവും ഒക്കെ മാറുന്നത് കാണാം. അല്ലാഹു തആല അങ്ങോട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇബ്രാഹിം നബിയോട് റബ്ബിന്റെ വിഷയത്തിൽ തർക്കിക്കാനുണ്ടായ സന്ദർഭം അൻ ആതാഹുല്ലാഹുൽ മുൽക്ക, അദ്ദേഹത്തിന് അല്ലാഹു തആല അധികാരം കൊടുത്തതാണ്. ഏതായാലും അയാൾ ചോദിക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, റബ്ബിയല്ലദീ യുഹ്യീ വ യുമീത്ത്, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്ന റബ്ബാണ്, മരിപ്പിക്കുന്ന റബ്ബുമാണ്. അപ്പോ ഓൻ പറഞ്ഞു, അന ഉഹ്യീ വ ഉമീത്ത്, ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ വധശിക്ഷക്ക് വിധിച്ച 2 ആളുകളെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഒരാളെ കൊന്നു, മറ്റാളെ വിട്ടയച്ചു. എന്നിട്ട് പറയാണ് അന ഉഹ്യീ വ ഉമീത്ത്, ഞാനും ജീവിപ്പിച്ചില്ലേ ഞാനും മരിപ്പിച്ചില്ലേ എന്ന്. അപ്പൊ ഇവൻ ആളൊരു പൊട്ടനാണ് എന്ന് മനസ്സിലാക്കിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തെളിവൊന്ന് മാറ്റിപ്പിടിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഫഇന്നല്ലാഹ യഅ്തി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅ്തി ബിഹാ മിനൽ മഗ്രിബ്. എന്റെ റബ്ബ് കാലങ്ങളായിട്ട് സൂര്യനെ കിഴക്ക് ഭാഗത്തു നിന്നാണ് കൊണ്ടുവരുന്നത്, നിനക്ക് കഴിയുമെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോ ഫബുഹിത്തല്ലദീ കഫർ, കാഫിറായ നിഷേധിയായ ആ മനുഷ്യൻ ഉത്തരം മുട്ടിപ്പോയി.
ഇതാണ് ഇബ്രാഹിം നബിയും നമ്രൂദ് രാജാവും തമ്മിലുണ്ടായ സംവാദം. ഈ സംവാദത്തിൽ അവൻ മുട്ടിപ്പോയത് കൊണ്ട് തന്നെ അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാന്യം കൊടുത്തില്ല. ഇബ്രാഹിം നബിയുടെ വീട്ടുകാര് ഈ ധാന്യം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാന്യമില്ലാതെ തിരിച്ചു പോരുകയും വഴിയിൽ വെച്ച് കൊണ്ടുപോയ സെഞ്ചിയിൽ നിറച്ച് മണ്ണ് നിറച്ചു. കാരണം കുടുംബക്കാരെ തൽക്കാലത്തേക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് അവരെ മനസ്സിലാക്കാമെന്ന നിലക്ക് ഇതിൽ മുഴുവൻ മണ്ണ് നിറച്ചു വന്ന്, അങ്ങനെ മണ്ണ് നിറച്ചു വന്നിട്ട് അത് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങി എഴുന്നേറ്റത് സാറ ബീവി ഭക്ഷണമായിട്ട് വന്നപ്പോഴാണ്. ഇതെവിടുന്നാണ് ഭക്ഷണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോടെ ചോദിച്ചപ്പോ നിങ്ങൾ കൊണ്ടുവന്ന ധാന്യത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചാക്കെന്ന് അഴിച്ചു നോക്കുമ്പോ അത് ധാന്യമാണ്, ധാന്യമായി മാറിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ മറിക്കാൻ വേണ്ടിയിട്ടും എല്ലാം അതിന്റെ ഹക്കീക്കത്ത് മാറ്റിമറിക്കാനൊക്കെ റബ്ബിന് കഴിയല്ലോ. അങ്ങനെ പറഞ്ഞു വന്നത് ഈ നമ്രൂദ് പിന്നീട് എന്താ ഉണ്ടാക്കിയത്? ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ തന്റെ ജനങ്ങളെ സംഘടിപ്പിച്ചപ്പോ അല്ലാഹു തആല ഒരു പ്രത്യേക തരം ചെള്ളുകളെ ഇറക്കി. അല്ലാഹു തആലക്ക് അങ്ങനെയാണ്. ചിലപ്പം കടുന്നലുകളായിരിക്കും അള്ളാഹുവിന്റെ പട്ടാളക്കാർ, ചിലപ്പം ചെള്ളുകളായിരിക്കും അള്ളാഹുവിന്റെ പട്ടാളക്കാര്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹുവിന്റെ പട്ടാളക്കാരെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. പല രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടാം. അല്ലാഹു തആല ഈ ആൾക്കൂട്ടത്തിലേക്ക് പ്രത്യേക ചെള്ളുകളെ ഇറക്കി എല്ലാത്തിനെയും കടിച്ചു ഓടിച്ചു എന്ന് മാത്രമല്ല, അന്നൊരു ചെള്ള് ഈ നമ്രൂദിന്റെ മൂക്കിലൂടെ ഉള്ളിൽ കയറിയപ്പോ അത് അവന്റെ തലച്ചോറിലും ബ്രെയിനിലും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. തലയായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ. ഡോക്ടർ നിർദ്ദേശിച്ചു, ഇനി ഇതിന്റെ ഈ കുത്തും സഹിക്കണമെന്നുണ്ടെങ്കിൽ, അത് പ്രയാസമില്ലാതെ ആവണമെന്നുണ്ടെങ്കിൽ തലയിൽ ചുറ്റിക കൊണ്ട് തല്ലണം എന്ന്. അങ്ങനെ അവനൊരാളെ കൂലിക്കാക്കിയിരിക്കുകയാണ്. രാവും പകലും അവനക്കൊരു സ്വസ്ഥത കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ ഉള്ളിൽ ദ്രോഹിക്കുന്ന ഈ ചെള്ള് അടങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ തലയിൽ ചുറ്റിക കൊണ്ട് മേടിക്കൊണ്ടേ ഇരിക്കണം. 400 കൊല്ലം ഈ അവസ്ഥ തുടർന്നു എന്നാണ് തഫ്സീറിൽ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചുകൊണ്ടേയിരിക്കുക. ഒരൽപ്പം അടി നിർത്തിക്കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഈ പ്രാണി ദ്രോഹിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈ പട്ടാളക്കാരന് ദേഷ്യം പിടിച്ചപ്പോ അയാള് ചുറ്റികയറ്റ് ആഞ്ഞൊരടി കൊടുത്തു. അവന്റെ തല പിളർന്നു. 400 വയസ്സിന് ശേഷം അവൻ മരണപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ഏതായാലും അധികാരം കൊടുത്ത ഈ മനുഷ്യൻ അധികാരത്തിന്റെ അഹങ്കാരത്തില് റബ്ബിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ സംവാദങ്ങൾ ഉണ്ടായത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളായ ആളുകളെ അല്ലാഹു സന്മാർഗത്തിലാക്കൂല എന്ന്. അപ്പോ വിശ്വാസപരമായ വിഷയങ്ങളിൽ തെളിവുകൾ സഹിതം എതിരാളികളോട് തർക്കിച്ച് അവർക്ക് തൗഹീദ് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്നതിന് ഈ സംഭവം തെളിവായിട്ട് നമ്മുടെ ഇമാമിയങ്ങൾ ഉദ്ധരിക്കുകയാണ്. ജനങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക, അതിനുവേണ്ടി തെളിവുകൾ സമർത്ഥിക്കുക. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്നൊരു വഴക്കമാണ്. അതിന് ഈ ആയത്ത് തെളിവാണ് എന്നും മുഫസ്സിരീങ്ങൾ പറയുകയാണ്. അല്ലാഹു തആല അവനെ പറ്റിയുള്ള ബോധം നമ്മുടെ മനസ്സിൽ കൂടുതലായി വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.